5 വർഷം മുമ്പുള്ളൊരു കാഴ്ച. അപകടനില തരണം ചെയ്ത് കിടപ്പുള്ള യോങ്ജിക്ക് അടുക്കലേക്ക് ഇപ്പോഴത്തെ ഹെഡായ അന്നത്തെ നേഴ്സ് എത്തി പരിപാലിക്കും നേരം താൻ നല്ല പ്രകാശമുള്ള ഒരു സ്ഥലത്ത് എത്തപ്പെട്ടതേപ്പറ്റി പറയുന്നുവെങ്കിലും അതെല്ലാം ഡെലിവറിയതിന്റെ ലക്ഷണങ്ങളാണെന്നും കോമയിൽ നിന്നുകൊണ്ടിരുന്ന മിക്കവർക്കും അതുണ്ടാവാറുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു ഗിഫ്റ്റായി കയ്യിൽ വയ്ക്കാൻ നേഴ്സ് യോങ്ജിയോട് പറയുന്നു. യേശു വരെ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റില്ലേ, അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സമ്മാനം അത്യാവശ്യമെന്ന സന്തോഷ വാക്കുകളാൽ ഇയർപോഡ് ഇപ്പോൾ ചെവിയിലിരിക്കുന്ന ആ കടക്കാരൻ്റെ ബെഡിൽ നിന്നും എമർജൻസി അലർട്ട് വരികയാണ്. നഴ്സുമാരെല്ലാം ഓടിച്ചെന്ന് യോങ്ജി ഓക്സിജൻ കൊടുക്കാൻ നേരം അയാളിൽ അനക്കമുണ്ടാവുന്നു. അയാൾക്കും ബോധം തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു നല്ല ലക്ഷണം കൂടി. പതിയെ ഉയർത്തുന്ന കൈയിലേക്ക് യോങ്ജി പിടിക്കുമ്പോൾ അതേസമയം ബസ് അപകടം നടന്ന പാലത്തിലൂടെ പോകുന്ന ഒരു കാർ പെട്ടെന്ന് ആ മഞ്ഞിലെന്തോ കണ്ട് വെട്ടിച്ച് നിർത്തിയിട്ടിറങ്ങി ആ വേലിയിടിഞ്ഞ സ്ഥലത്തേക്ക് നോക്കി തോന്നിയതാകുമെന്ന രീതിയിൽ പോകുമ്പോളാകട്ടെ അവിടുന്ന് ലിജി കിമ്മിൻ്റെ മുറിവ് തയ്യൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെന്നറിയാതെ എന്താ നടക്കുന്നതെന്നറിയാതെ കിം വീണ്ടും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മോർച്ചറിയിൽ തുറക്കാൻ പറ്റാത്ത രീതിയിൽ തുടരുന്ന ലിജിയുടെ ഫ്രീസറും. യാത്ര പറയാൻ ആകെ ശേഷിക്കുന്ന ഈ തുച്ഛമായ ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ പോലും കഴിയാതിരിക്കുന്നതിൽ സങ്കടപ്പെട്ട് ഇപ്രാവശ്യം ലിജി വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിന് നേരെ ചെന്ന് നിന്നിട്ട് അതിലേക്ക് കയറി കിമ്മിനോട് എന്താ എന്നെ നിനക്ക് മനസ്സിലാക്കാത്തതെന്നും എത്ര നേരം ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ എന്നെ സ്നേഹിച്ചത് വെറുതെ ആയിരുന്നു എന്നലറി ഇനിയും സമയമില്ലെന്നും ഉണരെന്നും പറഞ്ഞ കിമ്മിന്റെ ഷർട്ട് പിടിച്ചു കയറുമ്പോൾ വയറ്റിലെ ആ തയ്യൽപ്പാട് കണ്ട് ഞെട്ടുന്നു. മുറിയിലൂടെ തിരിച്ചറിവുണ്ടായിരുന്ന രീതിയിൽ കിം ലിജിയുടെ വീട്ടിലിരുന്ന് ആ കൈകൾ നോക്കി എന്താ എനിക്ക് നിന്നെ മനസ്സിലാകാഞ്ഞെന്നും ഇനി എന്ത് ചെയ്യുമെന്നും വേദനിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം സാധിച്ചു തരുമോയെന്ന് ലിജി അഭ്യർത്ഥിക്കുന്നു. പറ, എന്താ ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യുമോയെന്ന് ചോദിച്ചുകൊണ്ട് ആ ലൈറ്റ് ഷോപ്പിലേക്ക് ചെല്ലാൻ പറയുന്നു. അവിടെ ചെന്നിട്ട് ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ് നീ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രകാശിക്കുന്ന ഒരു ലൈറ്റ് ഉണ്ടാകും. നിന്റെ മനഃശക്തി വെച്ചത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊരു പിടിയുമില്ലാതിരിക്കുന്ന കിമ്മിനോട് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റുമെന്ന് ലിജി പറയുമ്പോൾ സിംഗ് ആ ഇടവഴിയിലൂടെ നടന്നൊടുവിൽ സുമയുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിൽക്കുന്ന ഹേമയെ കണ്ടപാടെ വിഷമത്തോടെ ക്ഷമ ചോദിക്കുമ്പോൾ നിങ്ങളും മരിച്ചതാണോ സാർ? ഞാനും മരിച്ചതാണെന്ന് നിർവികാരമായി പറയുന്ന സുമയെ നോക്കി അന്ന് വണ്ടിയുടെ ബ്രേക്കിന് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും ആൾക്കാർ കാത്തു നിൽക്കുന്നത് കണ്ട് വകവയ്ക്കാതെ കയറ്റിയത് മൂലം ഇങ്ങനെ സംഭവിച്ചതിൽ മാപ്പ് ചോദിച്ച് കരയുമ്പോൾ ഹേമ അതിന് മറുപടിയായി ഇത് നിങ്ങളുടെ തെറ്റാണ്, നിങ്ങൾ മൂലം സംഭവിച്ചത്. എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ തട്ടിയുള്ള ഈ വിഷമം കേൾക്കുമ്പോൾ ഒരാശ്വാസമുണ്ട്. അപകടം അത് തടുക്കാനാവാത്ത ഒന്നാണ്, ദൗർഭാഗ്യകരമാണ്. പക്ഷെ അതിന് സ്വയം പഴിചാരി വിഷമിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് നിങ്ങളിനി എന്താണ് ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ അയാളാകട്ടെ ഈ ശേഷിക്കുന്ന സമയം ജീവൻ നിലനിൽപ്പുള്ള എല്ലാവരെയും കണ്ടുപിടിച്ച ലൈറ്റ് ഷോപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരൊറ്റ ചിന്തയിലാണ്. സുമ ഇവരുടെ സംസാരമെല്ലാം കേട്ടകത്ത് കിടക്കുമ്പോൾ ഹേമ താനും അതുതന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അവരെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞാൽ പതിയെ വിഷമങ്ങളെല്ലാം മറക്കുമെന്ന് പറഞ്ഞിട്ട് സിംഗിനോട് അതുകൊണ്ട് നിങ്ങളും തളരാൻ പാടില്ല, സൊമാങ് അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോകൂ, അവിടെ ആളുണ്ട്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ടയാൽ നീങ്ങുമ്പോൾ ഹേമ അന്ന് കുഞ്ചുവിനോട് എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ച ഓർമ്മയില്ലേ? അങ്ങനെ ഓർത്തു വെച്ച ആ പാവം സ്ത്രീ പറഞ്ഞു വിടുകയാണ്. കുഞ്ചുവിൻ്റെ അമ്മ അവർ കഷ്ടം വയ്യാത്ത കാലുകളായി നടക്കുവാണ്. എതിരെ നടന്ന ആവശ്യനായി സിംഗ് വരുന്നത് കണ്ട് നിൽക്കുമ്പോൾ അയാൾ അങ്ങോട്ടേക്കെത്തി വീണ് മാപ്പ് ചോദിക്കുന്നു, എല്ലാം എൻ്റെ തെറ്റെന്നും പറഞ്ഞ്. എന്നിട്ട് ഞാൻ നിങ്ങളെ തിരക്കി എത്തിയതാണെന്നും ലൈറ്റ് ഷോപ്പിലേക്ക് എത്തിക്കാമെന്നും പറയുമ്പോഴാകട്ടെ അവർ സംസാരിക്കാൻ കഴിയാതെ മുരളുകയാണ്. ഈശ്വര, അവരുടെ വായിൽ പഞ്ഞിയാണ്, മൃതശരീരത്തിൽ വെച്ചിട്ടുള്ള ആ പഞ്ഞി. അത് കാരണം അവർക്ക് സംസാരിക്കാൻ പറ്റാതെ. എന്ത് വിധിയാണത്? ഇത് കണ്ടതും സിംഗ് പൊട്ടിക്കരയുക. അവരുടെയും ജീവൻ പൊലിഞ്ഞെന്ന് മനസ്സിലാക്കി മാപ്പെന്നും പറഞ്ഞ് അവരും കണ്ണു നിറഞ്ഞ് കുഴപ്പമില്ലെന്നും പറഞ്ഞ് പിറകിലേക്ക് ചൂണ്ടിക്കാട്ടി മൂളുവാണ് കുഞ്ചു അവിടെ ഉണ്ടെന്നും പറഞ്ഞ്. എന്നാൽ കരച്ചിൽ നിർത്താൻ പറ്റാതെ അങ്ങനെ തന്നെ ഇരിക്കുന്ന സിംഗിനെ കണ്ട് നേരെ നടന്നു നീങ്ങുന്നു. കുഞ്ചു ഇന്നേരം മുറി തുറന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് ആ തട്ടിയെറിഞ്ഞ കുപ്പിച്ചിലുകൾ ഒരു കവറിലാക്കുമ്പോൾ ജങ് യുഹി നേരെ ധൃതിയിൽ ലൈറ്റ് ഷോപ്പിലെത്തി ജങ്ങിന് അടുക്കലേക്ക് എത്തിച്ചെന്നിട്ട് ആ നെക്ലസ് എടുത്ത് കൈ കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ വരാൻ പാടില്ലെന്നറിയില്ലേ, നിങ്ങൾ മരിച്ചതാണ് എന്നൊക്കെ ജങ് പറയുന്നത് കേട്ട് ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും എൻ്റെ മകൾക്ക് വേണ്ടിയാണെന്നും പാവം വായിൽ വെച്ചിട്ടുള്ള പഞ്ഞുമൂലം മൂളിക്കൊണ്ടും ആംഗ്യം കാട്ടിക്കൊണ്ടും പറയുകയാണ്. ആ മാല കണ്ട് ജങ്ങിനത് കുഞ്ചുവിൻ്റേതാണെന്ന് ഓർമ്മ വരുന്നത് വഴി കുഞ്ചു ജീവനോടെ ഉണ്ടല്ലേ, പക്ഷേ അവൾ സ്വമേധയായി ഇവിടുത്തേണ്ടതാണെന്ന് പറയുന്നത് കേട്ട് നിസ്സഹായാവസ്ഥയിൽ എനിക്കവളെ കൊണ്ടുവരാൻ കഴിയില്ലെന്നും വായിൽ പഞ്ഞിയാണെന്ന് ആംഗ്യം കാട്ടി കയ്യിൽ പിടിച്ച് കേൺ അപേക്ഷിക്കുമ്പോൾ പക്ഷെ അത് വർക്കായില്ലെന്ന് ജങ്ങും. ഷോ, എന്ത് ദുഷ്ടനാണ്, ഒന്ന് കൊടുത്തൂടെ എന്ന് നമുക്ക് തോന്നുന്നതും യൂഹി ആകട്ടെ അയാളുടെ കോളറിൽ പിടിച്ച് സഹായിക്കെന്ന് പറഞ്ഞ് വയലൻ്റായി അലറുകയാണ്. ഉടൻ ജങ് ആ കണ്ണാടി വരുന്ന പാടെ ആ പൂച്ചക്കണ്ണുകൾ കണ്ട് അവർ നടുങ്ങുന്നു. ഇതും കണ്ട് നിശ്ചലമായവർ മുട്ടുകുത്തി വീണുപോവുകയാണ്. ഉടൻ ശബ്ദിക്കാനാകാതെ അമറിക്കൊണ്ട് അലറി കരയുന്നു പാവം. ഏങ്ങി കരഞ്ഞുകൊണ്ട് അവർ വീണ്ടും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നെങ്കിലും ഒന്നും മനസ്സിലാകാതിരിക്കുമ്പോൾ കുഞ്ചുവിന് കൊടുക്കുന്ന ആ മിഠായി പാട്ടയിരിക്കുന്ന കണ്ടതും അവരതെടുത്ത് അതിന്ന് കുറേ മിഠായി എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് വായിലേക്ക് നീട്ടി കാണിക്കുന്നു. എന്താ അവർ കാണിക്കുന്നേ? അവരെന്നിട്ടൊരു മിഠായി പൊളിച്ച് ജങ്ങിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഉയ്യോ, അതവരാണ്, അത് ജങ്ങിൻ്റെ മകളാണ്. കരയിച്ചു കളഞ്ഞല്ല ദൈവമേ.
അയാൾ കണ്ണീരൊഴുകി അവരെ കെട്ടിപ്പിടിച്ച് അമർത്തുവാണ്. ജങ്ങിൻ്റെ യുഹി, അതവർ തന്നെയായിരുന്നു. ജങ് യുഹി തൻ്റെ ശിഷ്ടകാലം പണയപ്പെടുത്തി അന്ന് അവളുടെ ബൾബുമായി കുടുങ്ങിക്കിടന്നിരുന്ന അവിടേക്കെത്തി. കാവൽക്കാരനാകാമെന്നേറ്റ് ആ പൂച്ച കണ്ണുകളുമായി അവളെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രകാശിപ്പിച്ചപ്പോൾ ആ കണ്ണുകൾ കണ്ട് ജങ് യുഹിക്ക് ഓർമ്മ വന്നു അത് തൻ്റെ അച്ഛനായിരുന്നുവെന്ന്. വളരെ ഇമോഷണലായ ഒരു മൊമെൻറ്റ്. ജങ്ങിൻ്റെ പറയും അപ്പോൾ എന്തായിരിക്കുമെന്ന് ഇനി ഊഹിക്കാം. കുഞ്ചു ഇതേ സമയം ആ പൊട്ടിയ ചില്ലുകഷ്ണങ്ങളുമായി ഗാർബേജിലേക്ക് ഇടാൻ ലെഫ്റ്റിൽ കയറി ഒരു സ്ത്രീയുമായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പടിവക്കിൽ ഒട്ടും വയ്യാതെ അവശനായി കിടക്കുന്ന സിംഗിനെ കണ്ടപാടെ പതിയെ തരിച്ചു നീങ്ങുമ്പോൾ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നെ തിരക്കി എത്തിയതാണെന്നും സംസാരിക്കാൻ വയ്യാത്ത നിന്റെ അമ്മയ്ക്ക് പറയാനുള്ള കാര്യവുമായിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് ചുമച്ചുകൊണ്ട് വെള്ളം തുപ്പി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു. നമ്മളൊരു ദിവസം നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും നീ എവിടെ ഉള്ളതെന്നോ നിനക്ക് എന്താ സംഭവിച്ചെന്നോ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും വെള്ളം തുപ്പുമ്പോൾ തിരികെ കയറുന്ന ആ സ്ത്രീയെ വിളിച്ച് സഹായിക്കാൻ പറയുന്നെങ്കിലും അവർ അനങ്ങാതെ പോകുന്നുണ്ട്. സിംഗ് അവർക്ക് നമ്മളെ കാണാൻ കഴിയില്ലെന്നും പറയുന്നു. കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ നീ ചിന്തിക്ക്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന പറയുന്ന കേട്ട് കുഞ്ചു ആലോചിക്കുകയാണ്. തൻ്റെ ക്ലാസ്സിലാരും തന്നോട് മിണ്ടാത്തതെ പറ്റിയും നോക്കാത്തതെ പറ്റിയും ആളുകളെ ഗ്രീറ്റ് ചെയ്തപ്പോൾ മൈൻഡ് ചെയ്യാതിരുന്നതുമൊക്കെ. അവളുടെ മൂക്കിൽ നിന്നും ചോര ഒഴുകാൻ ആരംഭിക്കുന്നു. സിംഗ് ക്ഷമ ചോദിച്ചുകൊണ്ട് എനിക്ക് നിന്നോട് മാപ്പ് പറയാൻ മാത്രമേ കഴിയുള്ളൂ എന്നും ലൈറ്റ് ഷോപ്പിലേക്ക് എത്തിക്കാൻ എനിക്കിനി കഴിയില്ലെന്നും തളർന്ന സ്വരത്തിൽ പറയുമ്പോൾ ലൈറ്റ് ഷോപ്പിനെ പറ്റി തിരക്കുന്നത് വഴി നിന്റെ അമ്മ നിന്നോട് പറയാൻ ശ്രമിച്ചത് അതേപറ്റിയായിരുന്നുവെന്നും പക്ഷെ അവർക്ക് ഇപ്പോൾ പോലും നിന്നെ എങ്ങനെയും തിരികെ എത്തിക്കാൻ ദേഷ്യത്തോടെ പോയിരിക്കുകയാണെന്നും പറയുന്നത് കേട്ട് തന്നോട് എപ്പോഴും ലൈറ്റ് ഷോപ്പിലേക്ക് പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് ജീവിതത്തിലേക്ക് തിരികെ എത്താനുള്ള ലൈറ്റ് കണ്ടെത്താനായിരുന്നുവെന്ന റിയലൈസേഷനിൽ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവളുടെ അമ്മ ലൈറ്റുമായി എത്തുകയാണ്. അപ്പോൾ ജങ് ഒരു വിട്ടുവീഴ്ച നടത്തിയിരിക്കുന്നു. ഇക്കാലം അത്രയും കാണാൻ കുതിച്ച് സ്വന്തം മകൾക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണ്ടേ. എന്നാൽ ബൾബ് അടുത്തേക്ക് കൊണ്ടുവന്ന് പിടിക്കാൻ നീട്ടുമ്പോൾ പക്ഷേ കുഞ്ചു പിടിക്കുന്നില്ല. എനിക്ക് അമ്മയെ വിട്ടു പോകേണ്ടെന്ന് പറഞ്ഞ് കരയുക പാവം. വീണ്ടും വെച്ച് നീട്ടുമ്പോൾ എനിക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതിയെന്ന് കരയുന്നത് കണ്ട് ആ നെക്ലസ് എടുത്തു കൊടുത്തിട്ട് അച്ഛൻ്റെ ഓർമ്മ വരുത്താൻ ശ്രമിച്ച് വീണ്ടും അവർ അമ്മരെക്കൊണ്ട് ദേഷിക്കുകയാണ്. പാവം എന്നെ പറഞ്ഞയക്കല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന കുഞ്ചുവിനെ നോക്കി വിഷമത്തിൽ അച്ഛൻ കാത്തിരിക്കുകയാണെന്ന് ശബ്ദിച്ച് പോണ്ടാന്നും പറഞ്ഞ് നിർത്താതെ കരയുന്ന കുഞ്ചുവിനെ നിറ കണ്ണുകളാൽ കെട്ടിപ്പിടിച്ച് കൈ പിടിച്ച് വെപ്പിക്കുന്നു. അവൾ ജീവിതത്തിലേക്ക് തിരികെ പോകുന്നതിൻ്റെ പ്രകാശം കണ്ട് ആശ്വാസത്താൽ സിംഗിൻ്റെ കണ്ണുകൾ അടയുന്നു. കടയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സുമ പോകുന്നത് നോക്കി കണ്ണീരൊഴുകി സങ്കടത്തിൽ നിൽക്കുന്ന ഹേമ. അവളിനെ തിരികെ വരില്ലെന്ന് ഉറപ്പിൽ വിങ്ങുമ്പോൾ എന്നാൽ ഹേമ പറഞ്ഞു വിട്ടതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ സുമയും ഇടവഴിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ലൈറ്റ് ഷോപ്പിലേക്ക് കയറി ചുറ്റും നോക്കി ആ തിളങ്ങുന്ന ബൾബ് കാണുകയാണ്. മുൻപ് ഹേമ ഒന്ന് നോക്കി അതേ ബൾബ്. അന്ന് ഹേമയുടെ മനസ്സിൽ മറ്റൊന്നുമല്ലായിരുന്നു, ആ ബൾബ് എടുത്ത് സുമയുടെ അടുക്കലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു. എന്തു വേണമെന്നുള്ള ജങ്ങിൻ്റെ ചോദ്യം കേട്ട് അപ്പോൾ ഇതാണല്ലേ എന്ന് ചോദിച്ച ബൾബിൽ തൊടുന്നതും പ്രകാശം വ്യാപിക്കുന്നു. ആശുപത്രിയിൽ സുമയ്ക്ക് ചലനം വരികയാണ്. ഓടിപ്പോയി ഡോക്ടറെ വിളിക്കാൻ ഹെഡ് നേഴ്സ് പറയുമ്പോൾ ഹേമയുടെ അടുക്കലേക്ക് തിരികെ എത്തിയിരിക്കുന്നു സുമ. ഉടനെ ഹോസ്പിറ്റലിൽ സുമയുടെ അനക്കം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. അവർ നിശ്ചലമായിരിക്കുന്നു. അതെന്ത് സംഭവിച്ചു? സുമ ആ ലൈറ്റ് പിടിച്ചെടുത്ത് അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇനി ഒരിക്കലും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ജങ് പറയുമ്പോൾ ഇത് താഴെയിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നു സുമ. ഷോ, അവർക്ക് ഹേമയെ ഒറ്റയ്ക്കാക്കി പോകണ്ട, അതാണ്. ഞാൻ ഇവിടെ തന്നെ നിന്നു പോകുമോ എന്ന് തിരക്കുമ്പോൾ ജങ് ആകട്ടെ കയ്യിൽ കരുതാനും തുടരാൻ എളുപ്പമായിരിക്കുമെന്നും അഭ്യർത്ഥിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ലോകമാണ് വേണ്ടതെന്നും പറഞ്ഞ ലൈറ്റ് താഴെയിടുകയായിരുന്നു. അവരുടെ ശരീരം മോർച്ചറിയിലേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ബോധം വന്നു തുടങ്ങിയതിന് പിന്നാലെ മരണപ്പെട്ടതിൻ്റെ വിഷമത്തിൽ പൂജയെ കാണുന്ന യോങ്ജി. അത് ടെർമിനൽ ലൂസിഡിറ്റി, മരിക്കുന്നതിന് തൊട്ടു മുൻപ് ബോധം വരുന്നൊരവസ്ഥ. അതിനർത്ഥം അവർ ലൈറ്റ് കണ്ടു, പക്ഷേ തിരികെ പോയി. യോങ്ജിക്ക് പല കാര്യങ്ങളും അറിയാമല്ലോ, ഒരു മാസത്തോളം ബോധമില്ലാതെ കിടന്നതല്ലേ, അതായിരിക്കും. കിം ലിജിക്കൊപ്പം നടന്ന ലൈറ്റ് ഷോപ്പിനടുത്തെത്തി പറഞ്ഞതൊന്നും മറക്കേണ്ടെന്നും പോകാനും പറഞ്ഞ് ഞാൻ പിറകെ ഉണ്ടെന്നും പറയുന്നത് കേട്ട് കെട്ടിപ്പിടിച്ച് ഏങ്ങി കരഞ്ഞുകൊണ്ട് പതിയെ കടയ്ക്ക് മുന്നിലെത്തി ലിജിയെ ഒന്ന് നോക്കി അകത്തേക്ക് കയറുന്നു. പിരിയാൻ മനസ്സുവരാതെ നോക്കി നിൽക്കുന്ന ലിജിയും അകത്തെത്തി എനിക്കൊരു ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് ഓരോ ലൈറ്റിലേക്ക് വെപ്രാളപ്പെട്ട് തൊടാൻ പോകുന്നതുകൊണ്ട് ഇത് എൻ്റെ മനഃശക്തിയായി തോന്നുന്നില്ലെന്ന് പറയുന്നതും അയാൾ ആ ലൈറ്റ് കാണുന്നു. മുൻപ് ലിജി നോക്കി നിന്ന അതേ ലൈറ്റ്. പുറത്തു നിൽക്കുന്ന ലിജി കടയ്ക്കുള്ളിൽ പ്രകാശം ജ്വലിക്കുന്നത് കാണുന്നതും കിമ്മിനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വന്ന് നോക്കുകയാണ്. ലൈറ്റും അപ്രത്യക്ഷമായിരിക്കുന്നു. പാവം നിരാശയായി നടന്നു നീങ്ങുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ പകൽ വെളിച്ചത്തിൽ യൂജിൻ ഹോസ്പിറ്റലിനെ കണ്ടിരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞിരിക്കുന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കൊളീഗ്സിനോടെല്ലാം യാത്ര പറഞ്ഞ് യോങ്ജി നേരെ ഡിസ്ചാർജ് ആവാൻ തയ്യാറെടുപ്പിലുള്ള ജീവൻ അടുക്കലേക്ക് എത്തി അവനൊരു പ്രസൻറ്റ് നൽകുന്നു, ഒരു ജോഡി ചെരുപ്പ്. ഇത് കുട്ടികൾക്കുള്ളതല്ല എന്ന് ചോദിക്കുമ്പോൾ യോങ്ജി അതിലടിച്ച് ക്യൂട്ടായി ടരാ എന്ന് പറഞ്ഞതിൽ കത്തുന്ന ലൈറ്റ് കാട്ടി ഇരുട്ടത്ത് പെട്ടുപോകാതിരിക്കാനാണെന്ന് പറയുന്നു. ഇടവഴിയിൽ ഇരുട്ടത്ത് കുറേ പെട്ട ജീവൻ്റെ ഡിലേറിയം അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും കാണാമെന്ന് പറയുന്നത് കേട്ട് നീ എന്താ പറയുന്നത്, വീണ്ടും പെരുക്കുമായി ഇവിടെ എത്താനാണോ, വീണ്ടും കാണാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന യോങ്ജിയെ നിർത്തി ജീവൻ പറയുകയാണ്. എനിക്കിത് മുമ്പും കേട്ട പോലെ ഒരു തോന്നൽ. എന്ത്? വീണ്ടും കാണാതിരിക്കട്ടെ എന്നുള്ള ആ വാക്കുകൾ.
ഓ, ആ മനുഷ്യൻ പുറമേ പരുക്കനാണേലും ഉള്ളിൽ വളരെ ദയാലുവാണ്. മനസ്സിലാകാതിരിക്കുന്ന ജീവന്റെ മുഖം നോക്കി യാത്ര പറഞ്ഞിരിക്കുമ്പോൾ ജങ്ങിനെ പറ്റി പറഞ്ഞത് സത്യമല്ലേ? ഒരു കാവൽക്കാരനായി നിന്ന് അയാൾ എല്ലാവരെയും തിരികെ എത്തിക്കാൻ അയാളാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. മനോഹരമാർന്ന പ്രകാശവും ആസ്വദിച്ച് യോങ്ജി അങ്ങനെ നടക്കുകയാണ്. ലൈറ്റ് കണ്ടുപിടിക്കണമെന്ന് ലിഫ്റ്റിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങി സിങ്ങിനോടും, ബാത്റൂമിൽ വെച്ച് ഹേമയോടും, കിമ്മിൻ്റെ ബെഡിനടുത്ത് വെച്ച് ലിജിയോടും, ബെഡിൽ കിടന്ന കടക്കാരനോടും എല്ലാം പറഞ്ഞു കൊടുത്തത് യോങ്ജി ആയിരുന്നു. ആ സന്തോഷത്തിൽ അങ്ങനെ നടക്കുമ്പോൾ ആഫ്റ്റർ ലൈഫ് വേണ്ട, ലൈറ്റ് ഷോപ്പിലും മനസ്സിന് കുളിർമേകുന്ന ഒരന്തരീക്ഷം തന്നെയാണ്. ബിജുവിനെ രക്ഷിച്ച റെസ്ക്യൂ നായയും ജങ്ങിനൊപ്പം ഒരു അന്തേവാസിയായിരിക്കുന്നു. സുമയ്ക്ക് വീട് കാട്ടിക്കൊടുത്തയാൾ പുതിയ കുറേ ബൾബുകളുമായി മറ്റൊരു അപകടം നടന്നിട്ടുണ്ടെന്നും പുതിയ നിവാസികൾ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു വരുമ്പോൾ ജങ്, ആർക്കറിയാം അവരിവിടെയുള്ള സ്ഥിര താമസക്കാരായിരിക്കുമോ അതോ കുറച്ച് നേരത്തേക്ക് മാത്രമായിരിക്കുമോ എന്ന്. അവിടെയുള്ള ബസ്സിൻ്റെ ഡ്രൈവറായി നമ്മുടെ സിംഗും നല്ല തെളിഞ്ഞ മുഖവുമായി ജീവിക്കുമ്പോൾ സുമ എവർലാസ്റ്റിംഗ് ലവിൽ ഹേമയോടൊപ്പവും. ശീതകാലം എത്തിയിരിക്കുന്നു. വിഷമവും ക്ഷീണവും തങ്ങി നിൽക്കുന്ന കുഞ്ചു അച്ഛനൊപ്പം സ്കൂളിലെത്തി തിരികെ എത്തും വരെ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞുവിട്ട ശേഷം ക്ലാസ്സിലേറെ നാൾക്ക് ശേഷം എത്തി നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റേഷനിൽ തങ്ങളുടെ കൂടെ ചേരാൻ ക്ലാസ്മേറ്റ്സ് എല്ലാം പറയുന്നത് കണ്ട് ഷൈനസിലിരിക്കുന്ന കുഞ്ചു കുറച്ച് റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ട് പുറത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അവളുടെ പിറകെയുണ്ട് ആ കുട്ടി. അന്ന് അവിടെ വെച്ച് കുഞ്ചു കൈ കാണിച്ച ആ ഒറ്റപ്പെട്ട കുട്ടി. കുഞ്ചു പതിയെ മഞ്ഞുവീഴ്ചയിൽ പോയി നിന്ന് സ്വന്തമായി പറയുന്നു, അമ്മയെ ഞാൻ ഓർമ്മിക്കുന്നുണ്ടെന്നും ഡെലിവറിത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് അങ്ങനെ ഒരു സ്ഥലമുള്ളതെപ്പറ്റി മറക്കാതിരിക്കാനാണെന്നും വളരെ ആശ്വാസമാണെന്നും പറയുമ്പോൾ നമ്മുടെ ജങ് യുഹി അച്ഛൻ്റെ അടുക്കലേക്ക് എത്തി വിശേഷങ്ങൾ അന്വേഷിച്ച് ജങ്ങെരുത്തി മുട്ടായൊക്കെ എടുത്തു കൊടുക്കുകയാണ്. മരണാനന്തര ജീവിതമാണെങ്കിലും അതിലിങ്ങനെ ഓരോ സന്തോഷ മുഹൂർത്തങ്ങളുണ്ടെങ്കിൽ മരണത്തെക്കുറിച്ച് നമ്മൾ എന്തിനു ദുഃഖിക്കണമല്ലേ? നമ്മൾ കാണുകയാണ് ആ ലോകത്തിൻ്റെ ശേഷിപ്പിനെ, അവിടെ പല പല സ്ഥലങ്ങളിലായുള്ള വിവിധ ലൈറ്റ് ഷോപ്പുകളെ. നമ്മുടെ മനഃശക്തിക്കനുസരിച്ച് സ്വന്തം പ്രകാശം എവിടെയെന്ന് കണ്ടെത്തുക. ഫൈനൽ എപ്പിസോഡ്. സാംസന്റെ പെൻഡിങ് കേസിലെ ആ കുട്ടി കുഞ്ചുവിനടുത്ത് എത്തി നിൽക്കുന്നത് കണ്ട് ഇങ്ങനെ നിന്നാൽ പനി പിടിക്കുമെന്നും ഏത് ക്ലാസ്സിലാണെന്നും തിരക്കുമ്പോൾ ആദ്യം തന്നെ തന്നോട് സംസാരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഓർമ്മയില്ലേന്ന് ചോദിച്ചുകൊണ്ട് ലൈറ്റ് ഷോപ്പ് ലോകത്തിൽ വെച്ച് ഒറ്റയ്ക്ക് നടന്നിരുന്ന തന്നെ കൈകാട്ടിയതും സംസാരിച്ചതുമൊക്കെ പറഞ്ഞിട്ട് കുഞ്ചു അവിടുന്ന് പോയപ്പോഴേക്കും വീണ്ടും ഒറ്റയ്ക്കായെന്നും അതുകൊണ്ട് പിന്തുടർന്ന് ഇവിടെ എത്തിയതാണ്, എനിക്കൊരു കൂട്ടുകാരിയെ വേണം, എൻ്റെ കയ്യിലൊരു രഹസ്യവുമുണ്ട്. സീനു ആ കുട്ടിയുടെ പേര്. പൊള്ളലേറ്റ പോലുള്ള പാടുകൾ മുഖത്ത് കാണാം. അവൾ ആഗ്രഹിച്ച പോലെ കുഞ്ചുവിനടുത്ത് നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. സീനുവിന് പറയാനുള്ള ആ രഹസ്യം എന്തായിരിക്കും? ജങ്ങിനോട് പറഞ്ഞ പോലെ ഒരു ഫേസ് ടു ഫേസ് ടോക്കിന് സാങ്കുവിനടുത്ത് എത്തിയിരിക്കുകയാണ് സാംസൺ. ഇവിടെ ഒരു പ്രേതമുണ്ടെന്ന് എനിക്കറിയാം, ഇറങ്ങിപ്പോരെ, മര്യാദ കുറഞ്ഞു പോയോ എന്ന് രസകരമായി ചോദിക്കുമ്പോൾ സാങ്കുൻ അവിടെ ദൃശ്യമാവുകയാണ്. അവർ ഓരോ കോഫി കുടിച്ച് നടത്തുന്ന സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് സാങ്കുൻ യഥാർത്ഥ ലോകത്തിൽ നിന്നും ആത്മാക്കളെ പിടിച്ച് അനുയോജ്യമായ ലോകത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു കാവൽക്കാരനാണ് ജങ്ങിനെ പോലെ, എന്നാൽ മരിച്ചതല്ല. അന്ന് സാംസൺ സാങ്കുൻ്റെ പൂച്ചക്കണ്ണുകൾ കണ്ട മൊമെന്റിൽ ആ വണ്ടി വന്നവരെ ഇടിച്ചു. എന്നാൽ സാംസന്റെ നേർക്ക് വണ്ടി വരുന്നത് കണ്ടപാടെ ഞൊടിയിടിയിൽ പിടിച്ചു മാറ്റിയപ്പോൾ സാങ്കുൻ വണ്ടിയിടിച്ച് മരിക്കുകയും ചെയ്തു. സാംസൺ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലുമായി. സാങ്കുൻ മരണപ്പെട്ടതോടെ അവിടെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളെ പിടിച്ച് മറ്റു ലോകത്തേക്ക് എത്തിച്ചിരുന്ന പരിപാടിയിൽ നിന്നു. ഈ വേക്കൻസിയിലേക്ക് ആപ്റ്റായി തോന്നിയ സാംസനെ തിരികെ കൊണ്ടുവരാൻ സാങ്കുൻ ലൈറ്റ് ഷോപ്പ് ലോകത്തിൽ കാണാമറയത്ത് നിന്നുണ്ടയാളെ ആ ലൈറ്റ് ഷോപ്പിനടുത്ത് എത്തിച്ചു. ആത്മാക്കളെ കാണാൻ കഴിവുള്ള അസാധാരണ ശക്തിയുള്ള സാംസനെ ആ ദൗത്യം ഏൽപ്പിച്ച് സാങ്കുൻ്റെ ആത്മാവും വിട പറയുകയാണ്. ഇനി ഇരുവരും കണ്ടുമുട്ടാനിടയത് ആ മുത്തച്ഛൻ്റെ മരണമായിരുന്നല്ലോ. കുറേയായി ഒറ്റയ്ക്കായി ജീവിച്ചിരുന്ന അദ്ദേഹം പട്ടിണി മൂലം പുറത്തിറങ്ങാൻ വയ്യാതെ ഇരുന്നതിനെ തുടർന്ന് അയാളുടെ സമയം അടുത്തെന്ന് മനസ്സിലാക്കി ജജാങ്മിയൻ നൂഡിൽസുമായി എത്തി അന്ന് നമ്മൾ കണ്ട പോലെ കഥയിൽ മുട്ടി അകത്ത് കയറി അയാളുടെ അവസാന നിമിഷങ്ങളിൽ കൂടെ നിന്നു. ഒന്നുമില്ലെങ്കിലും മരണസമയത്തെങ്കിലും അയാൾ ഒറ്റയ്ക്കായില്ലല്ലോ. അങ്ങനെ അക്കാലം അത്രയും സാംസനെ കാത്തുകൊണ്ട് തൻ്റെ പദവിക്ക് അർഹനായ ഒരാളിലേക്ക് അത് കൈമാറി ആ ലോകത്തേക്ക് വിട പറയുമ്പോൾ കിമ്മിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. അയാൾക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല. തനിക്കൊരു കാമുകി ഉണ്ടായിരുന്നതായും അവൾ മരിച്ചതായും മറ്റുള്ളവർ പറഞ്ഞറിയാം. ഡെലിവറിയത്തിന് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ നടക്കുന്നു. പകൽ പോലും ഇരുണ്ട രാത്രി പോലെ. പക്ഷെ എങ്ങനെ ഇത് സംഭവിച്ചു? ഇനി ലിജി ആത്മാർത്ഥമായി സ്നേഹിക്കാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. കാരണം അവളെ പ്രപ്പോസ് ചെയ്യാനായി മോതിരമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. എല്ലാത്തിനും ഉപരി കിമ്മിപ്പോൾ നടക്കാൻ കഴിയാതെ വീൽ ചെയറിലും. കാരണം അപകടം നടന്ന സമയത്തെ നട്ടെല്ലിന് കുഴപ്പമുള്ളതായി ഡോക്ടർ പറഞ്ഞതായി നമ്മൾ കണ്ടിരുന്നു. യോങ്ജാകട്ടെ ആ മഞ്ഞുവീഴ്ചയിൽ വണ്ടി ഓടിച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് ആശുപത്രിയിലെത്തി പാർക്ക് ചെയ്ത് കയറാൻ നേരം അവിടെ ഒരു ആത്മാവിനെ നേരിടേണ്ടി വരികയാണ്. അതയാളാണ്, ആ ട്രക്ക് ഡ്രൈവർ. അന്ന് ആ സിറ്റുവേഷനിൽ നെഞ്ചുവേദനയെന്ന് പറഞ്ഞു വന്നപ്പോൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ ആൾ. പക്ഷേ സത്യമെന്നാൽ അയാൾ അതിനു മുൻപേ മരിച്ചു കഴിഞ്ഞിരുന്നു. യോങ്ജി എന്നാ കണ്ട അയാളുടെ ആത്മാവിനെയായിരുന്നു. പക്ഷേ അയാൾ പ്രശ്നമാണ്. അന്ന് തന്നെ ചികിത്സിച്ചില്ലെന്ന് പറഞ്ഞ് യോങ്ജി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. യോങ്ജി ആകെ ഭയന്ന് വെപ്രാളത്തിൽ ലിഫ്റ്റിനടുക്കലേക്ക് ഓടിയെത്തി നിൽക്കുന്നതും സാംസൺ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി വരുന്നു.
ഇതുപോലെ അലയുന്ന ആത്മാക്കളെ നിയന്ത്രിക്കുന്ന ആ ജോലി അത് സാംസൺ തുടങ്ങിയിരിക്കുകയാണ്, പൂച്ചക്കണ്ണുകളുമായി. നിരാശയിലും മനക്കുഴപ്പത്തിലുമായ കിം വീൽ ചെയറിൽ തിരികെ യാത്ര ചെയ്യുമ്പോഴേ മോട്ടോർ വർക്കാകാത്തതിനെ തുടർന്ന് മാൻ പവറിൽ ഉരുട്ടി അപകടം നടന്ന ആ സ്ഥലത്തെത്തി നിൽക്കുന്നു. മറവിയുടെ വിഷമത്തിൽ മുരളിക്കൊണ്ട് സങ്കടപ്പെട്ട് ഫോൺ നോക്കി ലിജിയുടെ അവസാന മെസ്സേജ് കണ്ട് എന്തെന്നില്ലാത്ത ദേഷ്യത്തിൽ ആ ഫോൺ വലിച്ചെറിയുന്നു. പുതിയൊരു ഫോണുമായി പുതിയ ജീവിതത്തിലേക്ക് വേറെ വഴിയില്ലാതെ കിം കടക്കുമ്പോൾ 3 മാസം മുൻപ് ലിജിയുടെ ശരീരം സുഖുവിനടുക്കലേക്ക് എത്തിയപ്പോൾ മുതൽ നമ്മൾ കാത്തിരുന്ന സംഭാഷണം. തൻ്റെ അവസാനമാണോ ഇതെന്നുള്ള ലിജിയുടെ പരിഭവത്തിന് എല്ലാം മറന്ന് ജീവിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് ആശ്വസിപ്പിക്കുന്നെങ്കിലും അവിടെ ഞാൻ നേരത്തെ തന്നെ എത്തിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കിമ്മിന് തന്നെ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന എന്താണെന്നുള്ള വിഷമം പങ്കുവയ്ക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് അവൻ ഓർമ്മ വന്നില്ല, ഇനി എന്നെ ശരിക്കും അവൻ സ്നേഹിച്ചിട്ടില്ലേ എന്നുള്ള വാക്കുകൾ കേട്ട് മരിച്ചിട്ടും ഒടുങ്ങാതെ നിൽക്കുന്ന നിന്റെ ആശാപാശമാണെന്ന് പറഞ്ഞ് സുഗു നഖം വെട്ടാൻ നോക്കുമ്പോൾ ആ തിരിഞ്ഞ വിരലുകൾ കണ്ട് നിശ്വസിക്കുന്നു. ലിജിയുടെ അവസാന വാക്കുകൾ: ഞാൻ നിരാശയാണ്, ദുഃഖിതയാണ്, തകർച്ചയിലും. ഐ മിസ് ഹിം. അവൻ എന്നെ ഓർമ്മ വന്നെൻ്റെ പേര് വിളിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ശാന്തി ലഭിക്കാത്ത ഒരാത്മാവ്, കഷ്ടം. വീൽ ചെയറിൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്ന കിം റൂം തുറക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ പാസ്കോഡ് മാച്ച് ആവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ലൈറ്റെല്ലാം താനെ അണയുകയാണ്. വേവിംഗ് ലൈറ്റിലേക്ക് നോക്കി ഓണാകാൻ വേണ്ടി കൈവീശുകയാണ് കിം, ലിജിയെ കൈവീശി വിളിച്ചിരുന്നത് പോലെ. ലിജിയുടെ വാക്കുകൾ: അവൻ എന്നെ ഓർമ്മ വന്നെൻ്റെ പേര് വിളിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഉടൻ ആ ലൈറ്റ് വീണ്ടും കത്തി വരുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട്. ലിജിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം കിം അവളെ മനസ്സിലാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതിനൊത്ത ഉദാഹരണമാണ് ലൈറ്റ് ഷോ ലോകത്തിൽ ലിജിയെ മനസ്സിലായെന്ന ഭാവത്തിൽ കിം സങ്കടപ്പെടുമ്പോൾ ഒരിക്കൽ പോലും അവൾ എങ്ങനെ ഈ സ്ഥലത്തെത്തിപ്പെട്ടെന്നോ എങ്ങനെ സംസാരശേഷി ലഭിച്ചെന്നോ ഒന്നും തിരക്കിയില്ല. കിമ്മിനൊരിക്കലും ഓർമ്മ വരാഞ്ഞതിന് കാരണം ഒരുപക്ഷെ മറ്റെല്ലാവരെയും അപേക്ഷിച്ച് ലിജി തൻ്റെ ജീവൻ സ്വയം കാമുകനിൽ നിന്നും വേർപെടുത്തിയത് കൊണ്ടായിരിക്കണം. കിം ജീവിച്ചിരുമുണ്ടെന്നറിയാതെ ആണെങ്കിൽ പോലും. അതുകൊണ്ട് ഗതി കിട്ടാത്ത ആത്മാവായി ഭീകരമായി അലയുമ്പോൾ നീരസത്തിൽ അലയുന്ന ആത്മാക്കളെ പിടിക്കാൻ നടക്കുന്ന ഒരാൾ അവിടെ ഉള്ളതുകൊണ്ട് എന്താകുമെന്ന് പറയാൻ പറ്റില്ല. കുഞ്ചുവിനോട് സീന് വെളിപ്പെടുത്താൻ പോകുന്ന രഹസ്യമെന്തെന്നറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കുഞ്ചുവിന് തൻ്റെ അമ്മയെ വീണ്ടും കാണാൻ പോകുന്ന രഹസ്യമായി കൂടൊന്നുമില്ല. സീരീസിൻ്റെ ഒടുക്കം ഒരു എൻ ക്രെഡിറ്റ് സീനും വരുന്നുണ്ട്. അത് കാണുന്നതിന് മുൻപേ അറിയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രിയേറ്ററായ കാങ് ഫുളിനെ പറ്റിയാണ്. കക്ഷിയുടെ കോമിക്സിൽ നിന്ന് ഈ സീരീസ് അഡാപ്റ്റ് ചെയ്തപ്പോൾ അതേപോലെ തന്നെയുള്ള മറ്റൊരു സൂപ്പർ ഹീറോ സീരീസാണ് മൂവിങ്. കൂടാതെ സമയത്തെ പിടിച്ചു നിർത്തുന്ന പോലുള്ള സ്കൈഫൈ കോമിക് ടൈമിങ്ങും. വിക്രമിലെ പോലെ അല്ലെങ്കിൽ MCUവിലെ പോലെ ആ സീരീസും വെബ്റ്റൂണുമായി കണക്ട് ചെയ്യുന്നതാണ് ആ സീൻ എന്നുള്ളത്. സീനുവിൻ്റെ പെൻഡിങ് കേസ് സാംസൺ ക്ലോസ് ചെയ്യുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. അവളുടെ ആത്മാവിനെ അയാൾ കണ്ടെത്തി യാത്രയപ്പം നൽകിയെന്ന് മനസ്സിലാക്കാം. തുടർന്ന് ഉദ്യോഗസ്ഥൻ്റെ അടുക്കൽ ഒരു സ്കൂൾ കുട്ടി ഇരിക്കുന്നതുകൊണ്ട് കാര്യം തിരക്കുമ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു സ്കൂൾ കെട്ടിടം തകർന്നതിൻ്റെ കാര്യമാണ്. കേസ് ഒതുക്കി തീർക്കാൻ മുകളിൽ നിന്ന് പ്രഷറുണ്ടെങ്കിലും ആ സമയം സ്കൂളിലുണ്ടായിരുന്ന ഒരു കുട്ടി രക്ഷപ്പെട്ട് മൊഴി നൽകാൻ എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായെന്ന് വെളിപ്പെടുത്താൻ. അവൾക്ക് ആ അപകടത്തിൽ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം മൂവിങ് സീരീസിൽ ഹീലിംഗ് എബിലിറ്റീസ് ഉള്ള ക്യാരക്ടറാണത്. അങ്ങനെ രാത്രി തൻ്റെ വേട്ടയാടൽ തുടർന്ന സാംസണ് മുന്നിലൂടെ ഹൂഡി ധരിച്ചു പോകുന്ന ഒരാളെ കണ്ട് പിടിച്ചു നിർത്തി അയാൾ കയറാൻ പോകുന്ന അപ്പാർട്ട്മെൻറ്റിൽ അപകടമുണ്ടെന്ന് പറയുന്നതും അതിലെന്താ പ്രേതമുണ്ടോയെന്ന് അയാളും. ഇത് കേട്ട് താൻ പോലീസെന്നും പ്രേതത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാണാൻ നിരക്കുമ്പോൾ മരിച്ചവർക്ക് ഈ കടന്നു പോകുന്ന സമയത്തൊന്നും ചെയ്യാനില്ലെന്നും ഞാനും കാണാറുണ്ട് ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് ഞൊടിക്കുന്നു. ടൈമിങ്ങിലെ ഒരു ക്യാരക്ടറാണത്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും ഒരു ഞൊടിയിൽ സമയത്തെ പിടിച്ചു നിർത്താനും കഴിവുള്ള യങ് ടാക്ക്. പലതവണ കണ്ണു നനയിച്ച വളരെ വികാരനിർഭരമായൊരു സീരീസായിരുന്നു ലൈറ്റ് ഷോപ്പ്. മിസ്റ്ററി ത്രില്ലറായി തുടങ്ങി ഹൊററും ആക്ഷനും കടന്നൊരു വൺ ട്വിസ്റ്റിലൂടെ ഹ്യൂമൻ ഡ്രാമയിൽ അവസാനിച്ച ഒരു ഇമോഷണൽ ഫാൻറ്റസി K-ഡ്രാമ. അറിയാതിരുന്ന ഈ സീരീസ് മുമ്പിലേക്കെടുത്തിട്ട നമ്മുടെ ഫാം പ്രവീൺ മെസ്സി ബ്രോക്ക് പെരുത്ത നന്ദി. ഇതുപോലുള്ള നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പുത്തൻ സീരീസുകൾ കണ്ണിൽപ്പെട്ടാൽ പറയാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും പുതിയൊരു സീരീസുമായി ഉടൻ കാണുകയല്ലേ. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.